നോമ്പ് കേവലം ഒരു ആഹാര ക്രമീകരണത്തിൽ മാത്രം വരുത്തുന്ന ഒന്നല്ല, മറിച്ച് ഇതൊരു യജ്ഞമാണ്. നമ്മളിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ഒരു ടാസ്ക്കാണ് നോമ്പ് എന്ന് പറയുന്നത്. നമ്മളെടുക്കുന്ന ഒരു യജ്ഞമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന്, ക്രിസ്തുവിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിന് വേണ്ടി, അടുത്ത് നമുക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു നല്ല അവസ്ഥയാണ്, നല്ലൊരു ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. എന്തിനെയൊക്കെ ത്യജിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനോട് അടുത്ത് വരാമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ക്രിസ്തുവിങ്കിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്നത്, അതിൽ നിന്നൊക്കെ അകന്നു നിന്നുകൊണ്ട് ക്രിസ്തുവിനോട് അടുത്ത് വരുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. മറ്റ് പ്രാർത്ഥനകൾ നമ്മൾ പൊതുവെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് പറയും. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കും, മറ്റ് യോഗങ്ങൾക്കൊക്കെ. എങ്കിൽ ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കുമ്പോഴറിയാം, അതിന് അപ്പുറത്തായിട്ട്, ശബ്ദകോലാഹലങ്ങൾക്കപ്പുറമായിട്ട് നമ്മുടെ ഓരോ ചൊല്ലുകളിലും മുഴങ്ങിക്കേൾക്കുന്നത് നമ്മളോട് ക്ഷമിക്കണമേ എന്നുള്ള നമ്മുടെ അപേക്ഷകളാണ്, അനുതാപ പ്രാർത്ഥനകളാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്തിരിക്കുവാനുള്ള, നമ്മൾ ചെയ്തു പോയി ദൈവമേ, തെറ്റുപറ്റിപ്പോയി ദൈവമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. ദൈവത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ. മറിച്ച് നമ്മുടെ ഒത്തിരി ആവശ്യങ്ങൾ അങ്ങോട്ട് പറയുന്നതിലേക്കപ്പുറമായി ദൈവത്തിന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്, എന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് ഒന്ന് ചെവി കോർക്കുന്ന ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ. നമുക്കറിയാം, നോമ്പ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ തന്നെ കാണാം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏദൻ തോട്ടം ദൈവം സൃഷ്ടിച്ച് ആക്കി, മനുഷ്യനെ അവിടെ ആക്കി. അവിടെ ദൈവം പറയുന്നുണ്ട്, എല്ലാ ഫലവൃക്ഷങ്ങളും നിനക്ക് കഴിക്കാം, പക്ഷെ എന്ത് ചെയ്യരുത്, നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത് എന്ന് ദൈവം ആ മനുഷ്യരോട് പറയുകയാണ് ചെയ്യുന്നത്. അരുത് എന്ന് പറയുന്ന, ചെയ്യരുത് എന്ന് പറയുന്ന, ഭക്ഷിക്കരുത് എന്ന് പറയുന്ന, അരുത് എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അരുതുകൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ കുട്ടികളെ ആണേലും അല്ലേ, നമ്മൾ പരസ്പരമാണേലും ഒക്കെ പറയും, ചെയ്യുമ്പം തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യരുത്, അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ തിരുത്താറുണ്ട് പലപ്പോഴും. അരുതുകൾ എപ്പോഴും എന്തിനാണ്, നല്ലൊരു ശിഷ്യത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ നല്ല അനുഭവങ്ങളാണ് അരുതുകൾ എന്ന് പറയുന്നത്. പറയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല എന്നുണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ നമുക്കതുകൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും, അതിൻ്റെ ഫലം എപ്പോഴും എന്താണ്, ഏറ്റവും മധുരിക്കുന്നതും അത് നല്ല ശിഷ്യത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഈ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അതേസമയം സാത്താൻ വന്ന് പറയുകയാണ്, യേശുക്രിസ്തു പോലും എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിലൂടെ പോയ ആളാണ്. ആ സമയത്ത് സാത്താൻ വന്ന് പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല എന്ന് പറയുന്നു. മരിച്ചോ? ജഡപ്രകാരം അവരപ്പോൾ മരിച്ചില്ല, അത് തിന്നതുകൊണ്ട് അവർ മരിച്ചില്ല. പക്ഷെ എന്തു പറ്റി? പല വിധത്തിലുള്ള ശിക്ഷകൾക്ക് അവർ പാത്രരായിട്ട് തീർന്നു. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉൽപ്പത്തി 3:23 പറയുന്നു, യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി എന്നുള്ളത്. നമ്മൾ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുക. തുടക്കത്തിൽ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തു കാണും, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതൊക്കെ നമ്മൾ അനുസരിക്കാം എന്നുള്ള പല തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കാണാം. കൂടുതൽ പ്രാർത്ഥിക്കാം, വേദപുസ്തകം വായിക്കാം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തായിരിക്കും പലപ്പോഴും നമ്മൾ തുടങ്ങിയത്. തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളെങ്കിലുമൊക്കെ നമ്മൾ തീർച്ചയായും ചെയ്തും കാണും. പക്ഷെ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും. നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം മാനുഷികമായ ചില വീഴ്ചകൾ നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ടായാലും, നമ്മുടെ ഈ പ്രാർത്ഥനകൾ ചൊല്ലുകളിലെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, മുഴങ്ങിക്കേൾക്കുന്നത് അനുതാപത്തിൻ്റേതായ, ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളാണേലും ഒക്കെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു വന്നാൽ നമ്മളിത് ക്ഷമിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് സമയത്തും ക്രിസ്തുവിങ്കിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ, പറ്റിപ്പോയി, അബദ്ധമായിപ്പോയി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിട്ട് നമുക്ക് ഈ ദിവസങ്ങളെ കാണുവാനായിട്ട് സാധിക്കണം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 2:5 മുതൽ 8 വരെ.
അനുസരണമുള്ളവനായിത്തീർന്നു. ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്ത് അടികൾക്കിടവകയായി ദൈവസന്നിധിയിൽ ആരിപ്പാൻ തക്കോണം അവർ നൽകി നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യം നൽകി കർത്താവെ, ആയുസ് നൽകി പകലെല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഇവിടുന്ന് പരിപാലിച്ച ദൈവീയ വിധങ്ങൾക്കായി സ്തോത്രം. നന്ദിയോടെ സ്തോത്രത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവങ്ങളെ അടിയങ്ങൾ ഓർക്കുന്ന കർത്താവെ, അങ്ങ് അടിയങ്ങൾക്കായി സഹിച്ചു എന്നുള്ള കർത്താവെ വലിയ ത്യാഗത്തെ ഓർക്കുവാൻ തക്കോണം ഓരോ ദിവസങ്ങളിലും അവിടുന്ന് അടിയങ്ങളെ ഒരുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നേതൃത്വം നൽകുന്ന അച്ഛനെ ഓർക്കുന്നു, ഇടവകയുടെ മറ്റ് ഭാരവാഹികളെയൊക്കെ ഓർക്കുന്നു, കൊച്ചമ്മയെ ഓർക്കുന്നു, മറ്റ് സംഘടനകളെയൊക്കെ ഓർക്കുന്ന കർത്താവെ, അല്പനേരം തിരുവചനം ധ്യാനിക്കുവാനായിട്ട് അടിയങ്ങൾ ഒരുക്കുന്നു കർത്താവെ. ശാരീരികമായും മാനസികമായും ആത്മീയമായും അവിടുന്ന് അടിയങ്ങളെ ഒരുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്നതൊന്നും കർത്താവെ തെറ്റോ വീഴ്ചയായി പോകാതെ കർത്താവെ അങ്ങയോട് ചേർന്ന് ആലോചനകളെ പങ്കുവെക്കുവാൻ തക്കോണം സ്വർഗപിതാവെ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. സർവവും ജീവൻ വെച്ച് യേശു കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആരായിത്തീരുന്നു? മനുഷ്യനായി തീരുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യനായി തീരുന്ന പുത്രനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മളെപ്പോഴും ദൈവത്തെ എപ്പോഴും എവിടെ അന്വേഷിക്കുന്നത്? ഉയരങ്ങളിൽ അന്വേഷിക്കുന്നത്, അല്ലേ? എല്ലാ നേട്ടങ്ങളും ഉള്ളവരോടൊപ്പം ദൈവമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. വിജയിക്കുന്നവരോടൊപ്പം ദൈവമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ സാമ്പത്തികമായി ഉള്ളവരോടൊപ്പം ദൈവമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ പലപ്പോഴും പറയുന്നത് എങ്ങനെയാ? ദൈവം അവരോടൊപ്പം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത് ദൈവത്തെ ഉയരങ്ങളിലാണ്. പക്ഷേ ഇവിടെ വേദഭാഗം നമ്മോട് പറയുന്നു, മനുഷ്യനായി മനുഷ്യരിലേക്ക് ഇറങ്ങിയ ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യനോട് അലിഞ്ഞു ചേരുന്ന, മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെയാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏറ്റവും കൂടുതൽ ദൈവികമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മൾ തിരിച്ചറിഞ്ഞ സാഹചര്യങ്ങൾ ഏതാണ് എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. ഏറ്റവും സുഭിക്ഷമായി പോയ സാഹചര്യങ്ങളിലല്ല, മറിച്ച് ആവശ്യങ്ങളുടെ മധ്യത്തിലായിരുന്ന സമയത്ത് എങ്ങനെ മുന്നോട്ട് എന്നോർത്ത സാഹചര്യങ്ങളിൽ, ഇന്ന് ഞാൻ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നോർത്ത് വ്യാകുലപ്പെട്ട ഏതെല്ലാം നിമിഷങ്ങളിൽ, ഞാനിന്ന് മിണ്ടാതെ ഇരിക്കേണ്ടി വരുമോ ദൈവമേ, ഞാൻ എന്തവിടെ പറയും എന്നോർത്ത് വ്യാകുലപ്പെട്ട നിമിഷങ്ങളിൽ ദൈവം നമ്മളോടൊപ്പം ഇരുന്ന ദൈവമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പറ്റില്ല ദൈവമേ, എനിക്ക് എന്നെ കൊണ്ടാവില്ല എന്ന് നമ്മൾ തീർച്ചയായും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത നിമിഷങ്ങൾ. പലപ്പോഴും നമ്മൾ രാവിലെയൊക്കെ വീടുകളിൽ നിറങ്ങുന്നത് എങ്ങനെ ഞാൻ പരിഹരിക്കും എന്നറിയാൻ വയ്യാത്ത പല സാഹചര്യങ്ങളിലേക്കായിരിക്കും. എങ്ങനെ ഞാൻ ഇന്ന് ആ കാര്യം കൈകാര്യം ചെയ്യും എന്നറിയാൻ വയ്യാത്ത സാഹചര്യങ്ങളിലേക്കായിരിക്കും. എങ്കിൽ അവിടെയൊക്കെ നടത്തി മുന്നേറി ദൈവം നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പരീക്ഷാ ഹാളിൽ കുട്ടികൾ കയറുമ്പോഴറിയാം, അല്ലെങ്കിൽ മറ്റുള്ളവർ കയറുമ്പോഴറിയാം. വേറെ ആരെങ്കിലും കൂടെ കയറുമോ? ഇല്ല. ദൈവം മാത്രമാണ്, ദൈവ സാന്നിധ്യമാണ് ആ കുഞ്ഞിനോട് കൂടെ കയറുന്നത്. അപ്പം മനുഷ്യനായി തീരുന്ന ദൈവത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം ബാക്കിയുള്ളവരെല്ലാം പുറത്ത് നിൽക്കത്തേ ഉള്ളൂ, നമുക്കറിയാവുന്നവരെല്ലാം പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. അപ്പോഴും നമ്മളോടൊപ്പം കയറുന്ന ഒരു ദൈവികമായ സാന്നിധ്യം നമ്മളോട് ഒപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവനാണ് എങ്കിലും ഓരോ വ്യക്തികളുടെയും ഓരോ സാഹചര്യങ്ങളോടും ഇടപെടുന്ന ദൈവത്തെയാണ്, യേശുക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ചിലപ്പം നമ്മുടെ ഉയർച്ചയിലായിരിക്കാം, ചിലപ്പം നമ്മുടെ താഴ്ചയിലും ആരാണ് കൂടെയുള്ളത്? ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. നമ്മളുടെ ഉയർച്ചയും ചിലപ്പം ദൈവത്തിൻ്റെതാണ്. തീർച്ചയായും നമ്മുടെ താഴ്ചയും ദൈവത്തിൻ്റേതാണ്. അത് മറ്റുള്ളവരുടേതാണെങ്കിലും നമ്മളുടേതാണെങ്കിലും അതിലെല്ലാം ദൈവികമായൊരു കാഴ്ചപ്പാടുണ്ട്, ദൈവികമായ ഒരു തീരുമാനമുണ്ട്. ദൈവമാണ് അവിടെ അത് വരുത്തിയത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമ്മളിലുണ്ടായിരിക്കുമ്പോഴാണ് ഈ ഒരു ക്രൂശീകരണത്തെ നമുക്ക് യഥാർത്ഥമായ അർത്ഥത്തിൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും, ഈ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മൾ ആചരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പ്രസംഗം കേട്ടതുകൊണ്ടോ വിശ്വസിച്ചതുകൊണ്ടോ അല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇത് ദൈവം തന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം.
എനിക്ക് ക്രിസ്തു ആരാണ് എന്ന് ചിന്തിക്കണം. എനിക്ക് ക്രിസ്തു ആരാണ്? മറ്റുള്ളവൻ്റെ ക്രിസ്തു അല്ല, എനിക്ക് ക്രിസ്തുവിനെ എങ്ങനെയാണ് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഗുരു നിത്യചൈതന്യയുടെ ദൈവം സത്യമോ മിഥ്യയോ എന്ന പുസ്തകത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് ദൈവം? ആരാണ് ദൈവം? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി കൊടുക്കും? ആരാണ് ദൈവം? വിശക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വലിയ സുവിശേഷമൊന്നും ദൈവികത അല്ല. വിശക്കുന്നവന് തീർച്ചയായിട്ടും ആഹാരം കിട്ടണം, അല്ലേ? അതാണ് വിശക്കുന്നവൻ്റെ മുമ്പിൽ ആഹാരമാണ് ദൈവം എന്ന് പറയുന്നത്. രോഗികളുടെ മധ്യത്തിൽ സൗഖ്യമാണ് ദൈവം എന്ന് പറയുന്നത്. സൂര്യൻ്റെ ഉദയത്തെയും അസ്തമയത്തെയും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ എല്ലാത്തിലേക്കും നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലാം നമുക്ക് ദൈവികമായ സാന്നിധ്യം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. വേദനിക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണോ? വേദനിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? അല്ല, അല്ലേ? എത്ര ധൈര്യശാലിയാണേലും ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോഴത്തേനും നമ്മളൊക്കെ ഒന്ന് വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ വേദനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. കുഷ്ഠരോഗികളായ ആൾക്കാരുണ്ട്. അവരുടെ അസുഖത്തിൻ്റെ ലക്ഷണം എന്താ? വേദന അനുഭവപ്പെടത്തില്ല എന്നുള്ളതാണ്. അവരെന്തോ പ്രാർത്ഥിക്കുന്ന? അടുത്ത ചികിത്സയ്ക്ക് പോകുമ്പോഴത്തേനും വേദന തോന്നണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥന തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പ്രാർത്ഥിക്കും വേദനിക്കരുതേ എന്ന്. അതേസമയം വേറൊരിടത്ത് ആൾ പ്രാർത്ഥിക്കുന്നത് അടുത്ത ചികിത്സയ്ക്ക്, അടുത്ത ട്രീറ്റ്മെൻറ്റിന്, അടുത്ത ഫോളോ അപ്പിന് എനിക്ക് വേദന തോന്നണമേ എന്നായിരിക്കും. അപ്പം ദൈവം മാറ്റമില്ലാത്തവനാണ്. പക്ഷേ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ രീതിയിൽ, മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് നമ്മൾ ദൈവത്തെ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തരുടെയും ഓരോ സാഹചര്യങ്ങളോടും ഇടപെടുന്ന, അലിഞ്ഞു ചേരുന്ന, വന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന യേശുവിനെ, ക്രിസ്തു സാന്നിധ്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. അന്ധരായ 4 പേര് ഒരു ദിവസം ആനയെ കാണാനായിട്ട് പോയി. ആന എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ, ആനയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെയുണ്ട് എന്ന് കാണാനായിട്ട് പോയി. ആനയുടെ കാലിൽ തൊട്ടവർ ആനയെപ്പറ്റി പറയുന്നത് ഒരു തൂണ് പോലെ ഇരിക്കുന്നു എന്നോ ഒക്കെ ആയിരിക്കും, അല്ലേ? ആനയുടെ ചെവിയിൽ തൊട്ടവർ മുറം പോലെ ഇരിക്കുന്നു എന്നായിരിക്കും ആനയെപ്പറ്റി പറയുന്നത്. ആനയുടെ വയറിൻ്റെ ഭാഗത്ത് തൊട്ടവരെന്ത് പറയും? ഒരു ബലൂൺ വീർപ്പിച്ച പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപമായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും ആനയെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ആനയാകുമോ? ഇല്ല, തികച്ചും വ്യത്യസ്തമായതായിരിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു ആനയുടെ രൂപം ആവുന്നത്. ദൈവികമായ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, എന്നിൽ ക്രിസ്തു ആരാണ്? അത് നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യമാണ്. എനിക്ക് ക്രിസ്തു ആരാണ്? മറ്റുള്ളവർക്കുള്ളതല്ല. എനിക്ക് ക്രിസ്തു ആരാണ് എന്ന് നമ്മൾ ചോദിക്കണം. 1 യോഹന്നാൻ 5:14 ഇപ്രകാരം പറയുന്നു. 1 യോഹന്നാൻ 5:14, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഒരപ്പനോട് മക്കൾക്ക് എങ്ങനെ ആവശ്യങ്ങളെ ചോദിക്കാൻ കഴിയുമോ അതേപോലെ തന്നെ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയും. നമ്മൾ ചോദിക്കുന്ന എല്ലാം നൽകി കൊടുക്കുന്നത് നല്ല ഒരു പാരൻറ്റിങ് അല്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പം എല്ലാം ദൈവം തന്നുവെന്ന് ഇരിക്കത്തില്ല. നമ്മുടെ ബാലിശമായ മാനുഷികമായ ചില ആവശ്യങ്ങളായിരിക്കും നമ്മൾ ദൈവസന്നിധിയിലേക്ക് അപേക്ഷിക്കുന്നത്. എങ്കിലെല്ലാം നൽകിത്തരുന്ന ദൈവത്തെ അല്ല, മറിച്ച് അവിടെ ദൈവത്തിൻ്റെ മറുപടി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ. അവിടെ പറയുന്നു, വേദഭാഗം പറയുന്നത് നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട്, എല്ലാം നൽകിത്തരുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മറുപടി ആകണം എന്നില്ല. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോട് ചോദിക്കുവാനായിട്ട് കഴിയും. നമ്മൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നമ്മൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സങ്കീർത്തനം 78 അധ്യായത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനം 78, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ 2 വാക്യം തൊട്ട്, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ
അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും വേണം എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗത്ത് പറയുന്നത്. അപ്പം ദൈവം നമ്മളെ നടത്തി എന്ന് പറയുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? ആ ഒരു വിശ്വാസത്തെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള വലിയതായ ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾ എന്ന നിലയിൽ, സൺഡേ സ്കൂൾ അധ്യാപകരെന്ന നിലയിൽ, അല്ലെങ്കിൽ മുതിർന്നവരെന്ന നിലയിൽ, ഏതൊരു കുഞ്ഞാണെങ്കിൽ പോലും അവരുടെ ഇളയവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട്. നമ്മളെ വേദപുസ്തകം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ആത്മഹത്യകൾ ഒരുപാട് കൂടുന്നു. പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് ക്രിസ്ത്യാനികൾ ഒട്ടും മാറി നിൽക്കുന്നില്ല. മറ്റ് മതവിഭാഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നത്. ചില സഭകളിൽ നമുക്ക് കുറച്ച് വിശ്വാസങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു 3 വയസ്സ് തൊട്ട് തന്നെ സൺഡേ സ്കൂളിൻ്റെ അനുഭവത്തിലൂടെ, പഠനത്തിലൂടെ എല്ലാ സഭകളും പോകുന്നുണ്ട്. എങ്കിലും ക്രിസ്ത്യാനികൾ പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു ശതമാനം നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇതിൻ്റെ ഒരളവ് എണ്ണം കൂടുന്നു എന്നുള്ളത്, അതിക്രമങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളിലും പോയി നമ്മുടെ കുട്ടികൾ ചാടിപ്പോകുന്നു, എന്തുകൊണ്ട് എന്നുള്ളത്. പലപ്പോഴും ആത്മഹത്യയൊക്കെ കൂടുന്നു എന്ന് പറയുന്ന പ്രശ്നങ്ങൾ വരുമ്പം നടത്തിയ ദൈവത്തെപ്പറ്റി അവർക്കറിയത്തില്ല. അതുവരെ അപ്പൻ നടത്തി, അമ്മ നടത്തി എന്നൊക്കെയുള്ളൊരു തെറ്റായ ധാരണയിൽ അവർ പോകും. എന്നെ ഇന്ന് നടത്തിയത് ദൈവമാണ്, എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു, അവിടെ നടത്തിയത് ദൈവമാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവൻ തനിച്ച് പുറത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ വീട് വിട്ട് പുറത്ത് പോയി കഴിയുമ്പം ഒരു പ്രശ്നം വരുമ്പം അവൻ വിചാരിക്കും, ഇതെൻ്റെ അപ്പനോട് പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റത്തില്ല, അപ്പൻ അടുത്തില്ലല്ലോ. അമ്മയോട് പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റത്തില്ല, കൂട്ടുകാരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല, സഹോദരങ്ങൾക്കും പറ്റത്തില്ല. അപ്പം പിന്നെ വേറൊരു അത്താണി അവർക്ക് ഇല്ല. അവർ പിന്നെ എന്താ ചെയ്യുന്നത്? എനിക്കും ഇത് പരിഹരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ പലപ്പോഴും അവർക്ക് ജീവിതം മതിയായി എന്നുള്ള തോന്നലിലേക്ക് അവർ പോകും. നടത്തുന്ന ദൈവമുണ്ടെന്ന്, നിൻ്റെ ഏത് ജീവിത സാഹചര്യങ്ങളിലേക്കും താഴ്ന്നിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നടത്തുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടപ്പാടായിരിക്കാം, ഇല്ലായ്മയായിരിക്കാം, അവിടെയൊക്കെ നടത്തിയൊരു ദൈവമുണ്ട്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, നടത്തിയൊരു ദൈവമുണ്ട്. നിന്നെയും നടത്താൻ ആ ദൈവം ശക്തനാണ് എന്ന് നമ്മുടെ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾ എന്ന നിലയിലും അധ്യാപകർ എന്ന നിലയിലും മുതിർന്നവരെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പം ദൈവം നടത്തും എന്ന് കൂടെ നിന്ന് പറയാനുള്ള ധൈര്യവും ആ ഒരു ഉത്തരവാദിത്വവും നമ്മൾ നിറവേറ്റേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി തീർന്നിരിക്കുന്നു. ക്രിസ്തു എനിക്കാര് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ദൈവികമായ ഒരു ഇടപെടലിലൂടെ നമ്മൾ പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് തീർന്നിരിക്കുന്നു. രണ്ടാമത് പറയുന്നു, കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് ആ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കുരിശിലെ മരണത്തോളം. കുരിശ് അല്ലെങ്കിൽ കുരിശ് എന്ന് പറയുന്നത് അതുവരെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയൊക്കെ പ്രതീകമായിരുന്നു. അത്ര ബഹുമാനിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നില്ല. ക്രൂശ് ആദ്യം ഉയർന്നത് വിശുദ്ധ ത്രോണോസിൽ ആയിരുന്നില്ല. എവിടെയായിരുന്നു? പട്ടണത്തിന് പുറത്തായിരുന്നു. ഒരിക്കലും ഉയർന്നത് 2 മെഴുകുതിരിക്കാലുകളുടെ നടുക്കായിരുന്നില്ല, 2 കള്ളന്മാരുടെ നടുക്കായിരുന്നു. പട്ടണത്തിന് പുറത്താക്കപ്പെട്ടവനാണ് നമുക്ക് വേണ്ടി ക്രിസ്തു. കള്ളന്മാരോടൊപ്പം ക്രൂശിക്കപ്പെട്ടവനാണ് നമുക്ക് വേണ്ടി നമ്മുടെ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പറയുന്നുണ്ട്, കുരിശോളം താഴ്ത്തപ്പെടുന്നതായ ക്രിസ്തുവിനെ കാണാൻ പറ്റും. ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട് കുരിശോളം താഴ്ത്തപ്പെടുന്ന ക്രിസ്തുവിനെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിലുള്ള പ്രശ്നങ്ങളോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരായിരിക്കാം, പല സാഹചര്യങ്ങൾ കൊണ്ടും ചിലപ്പം പിന്നോട്ട് മാറി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അവരോട് നമുക്ക് ഒന്ന് അടുത്ത് ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. കവർച്ചക്കാരോടും കൊള്ളക്കാരോടും കൂടെ ക്രൂശിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിനെയാണ്, അവരോടൊപ്പമായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന മേഖലകളിലുമൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുന്നോട്ട് വരുവാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉള്ള ഏത് മേഖലയിലും, അത് സാമ്പത്തികമായിട്ടായിരിക്കാം, മറ്റ് സാമൂഹ്യപരമായ മറ്റ് മേഖലകളിലൊക്കെ ആയിരിക്കാം, ഏത് മേഖലയിലാണേലും അവരോട് നമുക്കൊന്ന് അടുത്ത് ചെല്ലുവാൻ, അവരുടെ ദേഹത്ത് നമുക്കൊന്ന് തൊടുവാൻ, അവരുടെ തോളയിലൊന്ന് തട്ടുവാൻ, അപ്പോഴാണ് അവർക്ക്
നമ്മൾ അവരോടൊപ്പമുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവരെ ഒന്ന് ഫോൺ ചെയ്യാം. നമ്മൾ ഒരുപാട് സമയം ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക, ചോദിക്കുക. ഇതൊക്കെ ചെയ്യുന്നതാണ് കുരിശിൻ്റെ അനുഭവം. ക്രൂശിലൂടെ നമ്മളെ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് തരുന്നുണ്ട്. നമ്മളല്ലാതെ വിശുദ്ധ കുർബാന തന്നെ അതാണ്, ഒരു അർപ്പണമാണ്, ഒരു സമർപ്പണമാണ്. ഒരു ക്രൂശിൻ്റെ ഏറ്റവും വലിയ ഒരു ഓർമ്മയാണ് ഇത്, ഈ ഒരു വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കണം. തിയറിയും പ്രാക്ടിക്കൽ പോലെയാണ്. ഏത് കോഴ്സ് എടുത്താലും നമുക്കറിയാം അല്ലേ? തിയറി കോളേജിൽ പഠിപ്പിക്കും, സ്കൂളിൽ പഠിപ്പിക്കും, എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? ലാബിലേക്കും സമൂഹത്തിലേക്കും അവരെ ഇറക്കി വിടും. എന്തിനാ? പ്രാക്ടിക്കൽ ലെവലിലേക്ക് അവർ പോയിട്ട് വരണം. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. യേശുക്രിസ്തുവിനും പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായി. യേശുക്രിസ്തു അവിടെയൊക്കെ നിലനിന്നത് ദൈവികമായ കാഴ്ചപ്പാടിലും ദൈവത്തിൻ്റെ വാക്കുകളുടെ മുന്നിലുമാണ് യേശുക്രിസ്തുവിനോട് നിൽക്കുവാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. എങ്കിൽ തിരിച്ചു വന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്കായിരിക്കുവാനുള്ള, എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ ചെയ്യേണ്ടുന്നത് എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുവാനായിട്ട് നമുക്ക് കുരിശിൻ്റെ സന്ദേശം നമുക്ക് പറയുന്നുണ്ട്. വിട്ടു നിൽക്കുവാനായിട്ടല്ല, മറിച്ച് സമൂഹത്തിൽ മാറ്റപ്പെടുന്ന, സമൂഹത്തിൽ മാറി നിർത്തപ്പെടുന്ന ഓരോരുത്തരോടും ഇഴകിച്ചേരുവാനുള്ള ഒരു വലിയ സന്ദേശം ദൈവം നമുക്ക് ഈ കുരിശിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, കുരിശോളം അനുസരണമുള്ളവനായി തീർന്ന യേശുക്രിസ്തുവിനെ പറ്റി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുരിശോളം അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്താണ് അല്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നുള്ളതിനപ്പുറമായിട്ട് പറയുന്നുണ്ട്, ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്നും നീക്കണമേ. പക്ഷേ അത് ക്രിസ്തു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എന്നിൽ നിറവേണ്ടുന്നത്. ഏറ്റവും താഴ്മയോടുകൂടി ഏറ്റവും അനുസരണമുള്ള പുത്രനായിട്ട് ഇരിക്കുവാനായിട്ട് യേശു ക്രിസ്തു ശ്രദ്ധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സർവ്വരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന് അത്രയും ഉയർന്നതായ ഒരു സ്ഥാനം കിട്ടി? സകലരും മുഴങ്കാൽ മടക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുസരണമുള്ളവനായി തീർന്ന യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയും. അനുസരണക്കേട് കാണിച്ച, അല്ലെങ്കിൽ മാനുഷികമായി ചിന്തിച്ച പത്രോസിനെ ദൈവം വിളിച്ചത് സാത്താനെ എന്നാണ്. ദൈവസന്നിധിയിൽ നിന്നും അരുത് എന്ന് പറഞ്ഞ്, ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ കഴിക്കാൻ പ്രേരിപ്പിച്ചവനെയും കഴിച്ചവനും ദൈവം കൊടുത്ത ഒരുപാട് ശിക്ഷകളുണ്ട്. ഏതാൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കുരിശോളം അനുസരിച്ച ക്രിസ്തുവിന് ദൈവം കൊടുക്കുന്ന നന്മകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിലേക്ക് ഒന്ന് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. മനുഷ്യനായി തീർന്ന പുത്രൻ, മനുഷ്യനായി തീർന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ ഏത് ജീവിത സാഹചര്യങ്ങളിലും നമ്മോട് അടുത്തു വരുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ക്രിസ്തുവിനെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ, നമ്മുടെ മക്കളിൽ ഒക്കെ ഈ ഒരു ക്രിസ്തുവിനെ നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ക്രൂശിലൂടെ കാണിച്ചു തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമുക്ക് സഭയിലോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് മേഖലകളിൽ മാത്രം നിൽക്കുവാനുള്ളതല്ല. അതിനപ്പുറത്തേക്ക് കുരിശനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അനുസരണത്തിലൂടെ നേട്ടം കൈവരിക്കാൻ, അത് അല്ലെങ്കിൽ അനുസരണക്കേടിലൂടെ ശാപവും അല്ലെങ്കിൽ സാത്താനെ എന്നുള്ള അഭിസംബോധനയും കേൾക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മറ്റുള്ളവർ അടുക്കുന്നതിന് നമ്മളതിന് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെയും സ്വർഗത്തിൽ നോക്കി പലപ്പോഴും വിളിക്കുന്നത് സാത്താനെ എന്നായിരിക്കാം. അതുകൊണ്ട് ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്, പല വീഴ്ചകൾ വന്നു കാണും. എങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാനുള്ള ഏറ്റവും നല്ല ദിവസങ്ങളായി ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആ പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ സന്ധ്യാസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തൊക്കൊണ്ടു ഇടയാക്കിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങളായിരുന്നു. വചനത്തെ ധ്യാനിച്ച കർത്താവേ, അതിന് നല്ല അംശങ്ങളെ ഉൾക്കൊള്ളുവാൻ തൊക്കൊണ്ട് അവിടുന്ന് അടിയങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകളുണ്ട് കർത്താവേ, വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് കർത്താവേ, തീരുമാനങ്ങളിൽ നിന്ന് പലപ്പോഴും പിന്മാറിപ്പോയിട്ടുണ്ട് നാഥ. അവിടുന്ന് അടിയങ്ങളോട് മനഃപൂർവ്വമായി പൊറുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളോട്, ഓരോരുത്തരുടെയും സാഹചര്യങ്ങളോട് യഥാർത്ഥമായി അവിടുന്ന്
ഇടപെടണമേ, സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. എനിക്ക് ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യം ഉയരുവാൻ തക്കോണം അവർ ഇടയാക്കണമേ. ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കോണം അവർ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ക്രിസ്തുവിലേക്കുള്ള ദൂരം കുറച്ച് ജീവിപ്പാൻ തക്കോണം അവിടുന്ന് അടിയങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. ബലഹീനരാണ് കർത്താവേ, അവിടുന്ന് അടിയങ്ങളെ ബലം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റങ്ങൾ കുറവുകൾ അനവധിയായുണ്ട് കർത്താവേ, അവിടുന്ന് അടിയങ്ങളോട് കരുണയോടെ നോക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഈ സന്ധ്യയിൽ അടിയങ്ങൾ പിരിയുമ്പോൾ കർത്താവേ, ദൈവികമായ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് അടിയങ്ങളെ നിറയ്ക്കണമേ. ചോദിച്ചാലും നനച്ചാലും പരമായ നന്മകളാ നിറയ്ക്കണമേ. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലെയും അടിയങ്ങളെ ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണമേ കർത്താവേ. അനുഗ്രഹങ്ങളെ നൽകിത്തരണമേ, അടിയങ്ങളെ രൂപാന്തരങ്ങളെ നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവവും ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശു കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.